മാതാവ് പറഞ്ഞതാണ് ശരി. എനിക്കെന്റെ പ്രതിജ്ഞ ഒരിക്കലും ലംഘിക്കുവാനാകില്ല. പരിണാമം എന്തു തന്നെയും ആയിക്കൊള്ളട്ടെ. വിളംബം മരുത് മകനെ. തന്റെ വിശേഷകതയുടെ ബലം കൊണ്ട് പൃഥ്വിയെ സമുദ്രത്തിലാഴ്ത്തി പാതാളത്തിലേക്ക് കൊണ്ടുപോകൂ. മാതാവിന്റെ ഇച്ഛ പോലെ. മകനെ ഹിരണ്യാക്ഷ, നീ ഭൂമിയെ പാതാള ലോകത്തേക്ക് എത്തിച്ച് എന്റെ മനസ്സിന് ശാന്തിയും ആനന്ദവും പ്രദാനം ചെയ്തോ മകനെ. നീ ധന്യനാണ് മകനെ, ധന്യനാണ്. ഇതെന്താണ് സംഭവിക്കുന്നത് സ്വാമി? ദേവി പാർവതി, അവിടുത്തെ ഇച്ഛാനുസാരം ആനന്ദനഗരം കാശി അതിമനോഹരമായിരിക്കുന്നു. അങ്ങനെ തുടരുകയും ചെയ്യും. പക്ഷേ സ്വാമി, ഹിരണ്യാക്ഷൻ പൃഥ്വിയെയും പൃഥ്വിവാസികളെയും പാതാളത്തിൽ ആഴ്ത്തിയിരിക്കുന്നു. അപ്പോൾ അവയെ ആരാണ് ഉദ്ധരിക്കുക? പാതാളത്തിൽ നിന്ന് പൃഥ്വിനെ ഉദ്ധരിക്കാൻ പോകുന്ന ശ്രീഹരി വിഷ്ണു ഉടൻ തന്നെ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷനാകും. നമ്മോട് ആജ്ഞാപിച്ചാലും വിശ്വേശ്വര. ഭഗവാൻ ശ്രീഹരി വിധിയുടെ നിയോഗമനുസരിച്ച് അങ്ങൊരു വരാഹരൂപം കൈക്കൊണ്ട് പാതാളത്തിൽ ആണ്ടുപോയ ഭൂമിയെ ഉദ്ധരിക്കേണ്ടതുണ്ട്. അവിടുത്തെ ആജ്ഞ പോലെ മഹേശ്വര. അങ്ങനെ ആസുരശക്തികൾ പൃഥ്വിവാസികളുടെ ജീവിതം മലീമസമാക്കുന്നതിനെ തടയുന്നു. ആരാണ്
എന്താണ് തേടുന്നത്? നിന്റെ മൃത്യുവിനെ. എന്റെ മൃത്യുവിനെയോ? ആ എവിടെ വരാം? വരാമേ. ദുഷ്ടവരാഹമേ, ഞാൻ നിന്നെ വെറുതെ വിടില്ല. സ്വർഗജേതാവ് മഹാബലി ദൈത്യരാജൻ ഹിരണ്യകശിപു ജയിക്കട്ടെ! സ്വർഗജേതാവ് ദൈത്യരാജൻ ഹിരണ്യകശിപു ജയിക്കട്ടെ! മാതാവേ, ഈ ജയാരവം അവിടുത്തെ ആശീർവാദത്തിന്റെ ഫലമാണ്. നിന്റെ ശൗര്യവും പരാക്രമവും വിജയിച്ചു മകനെ. ഇനി ഞാൻ ആ ദിവസം പ്രതീക്ഷിച്ചിരിക്കുന്നു. നീ 3 ലോകത്തെയും കീഴടക്കുന്ന ആ ദിവസം. ഹിരണ്യാക്ഷ, നിനക്ക് തടുക്കാൻ സാധിക്കുമെങ്കിൽ തടുത്തോ. അനുജ ഹിരണ്യകശിപു! അനുജ ഹിരണ്യകശിപു! ഹിരണ്യാക്ഷന്റെ ശബ്ദം. മകനെ ഹിരണ്യാക്ഷ! വരാക്ഷി, ഹിരണ്യാക്ഷ, ഇതെന്താണ് പറ്റിയത്? എങ്ങനെ പറ്റി? അങ്ങേ ആരാണ് വധിച്ചത്? വരാഹാവതാരം ഭഗവാൻ ശ്രീഹരി വിഷ്ണു ജയിച്ചാലും. വരാഹാവതാരം ലോകപാലകൻ ഭഗവാൻ ശ്രീഹരി വിഷ്ണു ജയിച്ചാലും. വരാഹാവതാരം ലോകപാലകൻ ഭഗവാൻ ശ്രീഹരി വിഷ്ണു ജയിച്ചാലും. കേട്ടില്ലേ മകനെ ഹിരണ്യകശിപു? ഇതെല്ലാം വിഷ്ണുവിന്റെ പ്രവൃത്തിയാണ്. കേട്ടു മാതാവേ, എനിക്ക് മനസ്സിലായി. ഈ വിഷ്ണു നമ്മൾ ദൈത്യന്മാരുടെ ആജന്മ ശത്രുവാണ്. ഞാൻ അവനെ എന്നേക്കുമായി ഈ പ്രപഞ്ചത്തിൽ നിന്ന് തുടച്ചു മാറ്റുന്നുണ്ട്. അത് തന്നെ വേണം. അല്ലെങ്കിൽ നീയും ഞാനും എല്ലാം നശിക്കും. ഇല്ല മാതാവേ, അങ്ങനെ സംഭവിക്കില്ല. ഞാൻ എന്റെ ഭ്രാതാവ് ഹിരണ്യാക്ഷന്റെ വധത്തിന് പ്രതികാരം ചോദിച്ചേ അടങ്ങൂ. പ്രതികാരം ചോദിക്കും.